ഈശോമിശിഹ അർപ്പിച്ച ബലിയുടെ യോഗ്യതയിൽ തന്നെയാണ് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ, ശുദ്ധീകരണ സ്ഥലത്തിലെ, അതും ഒരു സ്ഥലമല്ല, ആ ആത്മാക്കളും ശുദ്ധീകരിക്കപ്പെടുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ ഇതിനെക്കുറിച്ച് ഇവിടെ കേരളത്തിൽ പ്രസിദ്ധമാണ്. ഓരോ ധ്യാനത്തിലും ഞാൻ ധ്യാനം കഴിയുമ്പോൾ ഓരോരുത്തരും എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരണ കാണാം. ഞാനതൊന്നും വായിക്കാറില്ല. നമ്മളെ സംബന്ധിച്ച് ഈ കാറ്റഗിസത്തിൽ എഴുതിയിരിക്കുന്നത് മാത്രം പഠിച്ചാൽ മതി. അതിലെഴുതിയിരിക്കുന്നത് ഓരോരുത്തർ പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, അവിടെ ആ പുണ്യവാളിനെ അങ്ങനെ കാണിച്ചു കൊടുത്ത്, ഈ പുണ്യവാളിന് ഇങ്ങനെ ദർശനം കിട്ടി, അവരിങ്ങനെ ദർശനം കിട്ടി, മറിയം തെരേസയ്ക്ക് അങ്ങനെ ദർശനം കിട്ടി, ഫസ്റ്റീനയ്ക്ക് ഇങ്ങനെ ദർശനം കിട്ടി, അതെല്ലാം കിട്ടിയിട്ടുണ്ടാകും. പക്ഷെ സഭ അതിൽ ആധികാരികമായിട്ട് എന്താണ് പഠിപ്പിക്കുന്നതെന്നുള്ളത് സഭയുടെ പ്രബോധനത്തിൽ ഉണ്ട്. ഓരോരുത്തർക്ക് കിട്ടുന്ന എല്ലാ ദർശനങ്ങളും ആധികാരികമല്ല, അത് അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ദർശനങ്ങളായിരിക്കാം. അതിൻ്റെ വ്യാഖ്യാനം കൂടി വേണം. വ്യാഖ്യാനം നമുക്ക് കിട്ടിയിട്ടില്ല. ആ വ്യാഖ്യാനം കൃത്യമായിട്ട് എങ്ങനെ വ്യാഖ്യാനിക്കണേ, അത് പരിശുദ്ധാത്മാവ് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ഓവർ എൻതൂസിയാസമായിട്ട്, ഒരു ഓവർ എസർട്ടായിട്ട് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവരൊക്കെ നശിച്ചു പോകുന്നു. അപ്പോൾ ഇത് അന്ധവിശ്വാസമാണ്. ചിലർ പറയാൻ, എൻ്റെ ബ്രദർ ഇപ്പോഴാണ് മനസ്സിലായത്, ഇത്രയും നാൾ ഞാൻ വിചാരിച്ചിരുന്നത് അതൊരു ഇൻ്റർവ്യൂ പോയിൻ്റാണ്, അവിടെ പാസ്സായ സ്വർഗത്തിൽ പോകും, പാസ്സായില്ലെങ്കിൽ നരകത്തിൽ പോകും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് അവരെ പാസ്സാക്കണം. അപ്പോൾ ഇങ്ങനെ പല വികലമായ ചിന്തകളാണ്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഈസ് ഇറ്റ് ക്ലിയർ? സമാധാനമായോ? അവർ സ്വർഗത്തിലേക്ക് തന്നെ പോകും. എന്നാൽ ആ സ്വർഗീയമായ പൂർണ്ണ വിശുദ്ധീകരണത്തിന് ആവശ്യമായ ഫൈനൽ പ്യൂരിഫിക്കേഷൻ അവിടെ നടക്കണം. അത് ആരുടെ യോഗ്യതയാലാണ്? യേശുമിശിഹ കർത്താവിൻ്റെ യോഗ്യതയാണ്. നമ്മളെല്ലാ ബലിയർപ്പണത്തിലും അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സഭ എന്നത് വിജയസഭ, സഹനസഭ, സമരസഭ. സഹനസഭ എന്ന് പറഞ്ഞാലും യേശുക്രിസ്തു സഹിച്ചേക്കാൾ കൂടുതൽ ഈ ആത്മാക്കൾ സഹിക്കുന്നുണ്ടോ? അപ്പോ പോയിന്റ് മനസ്സിലായില്ലേ? നമ്മള് അവിടെ തീ കണ്ടു എന്ന് പറഞ്ഞാൽ ദർശനത്തിൽ തീ കണ്ടെന്ന് അയച്ചുകൊണ്ട് അവിടെ ഇട്ട് പൊരിക്കുകയല്ല. തീ എന്താണ്? അതൊരു സിംബോളിക്കാണ്. അതിൻ്റെ വ്യാഖ്യാനം ഉണ്ടാകണം. അപ്പൊ വ്യാഖ്യാനിക്കുമ്പോൾ മനസ്സിലാവുന്നത് സ്നേഹാഗ്നി ജ്വാലയാണത്. അപ്പോ ഓക്കെ, ഇനി എന്താണ് നരകം? നരകം എന്നത് മനസ്തപിച്ച് ദൈവത്തിന്റെ കരുണാർദ്രമായ സ്നേഹം സ്വീകരിക്കാതെ, ദൈവത്തിന്റെ ആ കരുണാർദ്രമായ സ്നേഹത്തെ തിരസ്കരിച്ചുകൊണ്ട് മാരകമായ പാപത്തിൽ പശ്ചാത്തപിക്കാതെ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ്. അതായത് 3 കാര്യങ്ങളാണ്. ഒന്ന്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതെ, യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനവും മരണവും പാപികൾക്ക് വേണ്ടി ചെയ്തതിന് തിരസ്കരിച്ചുകൊണ്ട്, മനസ്സിലായ? അത് തിരസ്കരിക്കുമ്പോൾ തന്നെ അവൻ നരകാവസ്ഥയിലായി. അതായത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും പൂർണ്ണമായി അകത്തിരിക്കും. ആ അവസ്ഥയിൽ അവൻ മാരകമായ പാപത്തിൽ ജീവിക്കുകയും പശ്ചാത്തപിക്കാതെ മരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിലാണ് ഒരാൾ നരകത്തിൽ പോകുന്നത്. പശ്ചാത്തപിച്ച് ദൈവത്തിൻ്റെ കരുണാർദ്രമായ സ്നേഹം സ്വീകരിക്കാതെ മാരകപാപത്തിൽ മരിക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ സ്വതന്ത്രമായ തീരുമാനപ്രകാരം എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുക എന്നതാണ്. ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരോടുമുള്ള സംസർഗത്തിൽ നിന്ന് സുനിശ്ചിതമായി നമ്മെ തന്നെ വേർപെടുത്തുന്ന അവസ്ഥയെ നരകമെന്ന് വിളിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു നരകമുണ്ട്. അവിടെ പിശാചും പിശാചിന്റെ ആൾക്കാരും അവിടുത്തെ സ്ഥിരവാസികളാണ്. പക്ഷേ ഒരു വിശ്വാസി നരകത്തിൽ പോവോ? ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ മറ്റൊന്ന്, നരകത്തിൽ പോകാൻ ആരെയും ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടില്ല. ഇപ്പൊ ഞാനൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. ഒരു ഡെമോൺസ്ട്രേഷൻ, നിങ്ങൾ രണ്ടുപേരും വന്ന ഒരു ആക്ടിങ്.
ഒരാൾ പിശാചിൻ്റെ റോളാണ് എടുക്കേണ്ടത്. പിശാചിൻ്റെ റോൾ എടുക്കാൻ ഓടി വന്നിരിക്കുക. ഇപ്പോൾ ഞാനൊരു മഹാപാപിയാണെന്ന് വിചാരിക്കാം. ഞാനൊരു മഹാപാപിയാണ്. ഞാൻ മാരകമായ പാപത്തിൽ ജീവിക്കുന്നു. ഒരു നിരീശ്വരവാദിയാണ്. എനിക്ക് യേശുക്രിസ്തുവും വേണ്ട, ഒരു രക്ഷയും വേണ്ട, സ്വർഗവും വേണ്ട. അപ്പോൾ എന്നെ പിശാച് പിടിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകാണ്. കണ്ടോ? അപ്പോഴേക്കും ഇവിടെ ഇതാരാ? കത്തോലിക്ക സഭയാണ് ഇവിടെ നിൽക്കുന്നത്. ആരാ? ആള് ചെറുപ്പമാണെങ്കിലും കത്തോലിക്ക സഭയാണ് ഇവിടെ നിൽക്കുന്നത്. മാർപ്പാപ്പന്മാരും, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവം എന്നെ പിശാചി പിടിച്ചു കൊണ്ടുപോകണത് നോക്കി അവിടെ നിൽക്കുന്ന വിചാരിച്ചേക്കണേ. പറയും, എന്നെ സൃഷ്ടിച്ച എൻ്റെ കർത്താവും എനിക്ക് വേണ്ടി പീഡ സഹിച്ച കർത്താവ് ഈശോമിശിഹായും പരിശുദ്ധാത്മാവും എന്നെ പിശാചി നരകത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോകണത് നോക്കി നിൽക്കുവോ? കണ്ടോ? എന്ത് ചെയ്യും? പിടിച്ചോടാ, പിടിച്ച കേട്ടോ? ഇനി ഇപ്പോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാത്രമല്ല, കത്തോലിക്ക സഭ മുഴുവനും, സകല മാർപ്പാപ്പമാരും, എൻ്റെ പ്രിയപ്പെട്ട വിശുദ്ധന്മാർ, ഇവരെല്ലാവരും കൂടി എന്നെ പിടിച്ച് അങ്ങോട്ട് വലിക്കുകയാണ്. കണ്ടോ? ഇപ്പൊ ഇവിടെ ആര് ജയിക്കും പറയും? പിടിച്ച് നീങ്ങി പിടിച്ച് വലിച്ചോ. ഇനി ആരൊക്കെയുണ്ട്? ഇപ്പൊ ഈ വിശ്വാസികളായ ആളുകളുടെ എല്ലാം പ്രാർത്ഥന ഒന്നെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ, വലിച്ചോടാ, നരകത്തിൽ നിന്ന് രക്ഷിക്കണേ, എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് തോമസ് പോളിനെ സ്വർഗത്തിലേക്ക് അനയിക്കണേ. പ്രൈസ് ദി ലോർഡ്. പൂർത്തിയായോ? പറയും. നമ്മൾ വിചാരിച്ചേക്കണത് ഈ പിശാചി വലിയ ആളാണെന്ന് വിചാരിച്ചിരിക്കണം. പോടാ പുല്ലേ അവിടെ. കർത്താവ് ഈശോമിശിഹായ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ എന്നെ ഏത് പിശാചിന് കൊണ്ടുപോകാൻ പറ്റും? പറയും. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ വെല്ലുവിളി. അതുകൊണ്ടാണ് കർത്താവ് പത്രോസിനോട് പറഞ്ഞത്, നരക കവാടങ്ങൾ നിനക്കെതിരെ പ്രബലമാകില്ല. നമ്മൾ ഈ ഉള്ള സമയം മുഴുവനും പിശാചിനെ ഓടിക്കാനും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ചെലവാക്കണം. അവരൊക്കെ ആൾറെഡി സ്വർഗത്തിലെത്തിക്കഴിഞ്ഞു. നമ്മൾ വേറെ ആർക്ക് വേണ്ടി നോക്കണം? ഈ IS-കാർക്കൊക്കെ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. അവർക്ക് വേണ്ടി ഒരു കുർബാന ചെല്ലണ്ട ആരെങ്കിലും ഒന്ന്. ഈ IS-കാർക്ക് വേണ്ടി ഒന്ന് കുർബാന ചെല്ലാൻ കാശ് കൊടുക്കുന്നു. നമ്മൾ നമ്മുടെ അപ്പൻ, നമ്മുടെ അമ്മ, നമ്മുടെ ആൾക്കാർ, അവർക്ക് വേണ്ടി കുർബാന ചെല്ലണം. ആത്മക്കാരുടെ മാസം കുർബാന ചെല്ലണ്ടെന്നല്ല, ഞാൻ അതിന്റെ വേറൊരു വശം കാണിച്ചു തരാണ്. എവാഞ്ചലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എവാഞ്ചലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം ഉണ്ടാകണം. സ്വർഗത്തിൽ പോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല എവാഞ്ചലൈസേഷൻ. ഇനിയും യേശുവിനെ അറിയാത്ത ആത്മാക്കൾ, സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കളെ സ്വർഗത്തിലേക്ക് പിടിച്ച് വലിക്കണം. ഞാൻ പറഞ്ഞില്ലട്ടോ. ഞാൻ എന്ത് പറഞ്ഞില്ല? ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഡോണ്ട് കോട്ട് മീ. ഞാൻ പറഞ്ഞത് സഭയുടെ പ്രബോധനമാണ് പറഞ്ഞത് മുഴുവനും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു അതിപ്രസരണമാണ്. അതുകൊണ്ടാണ് സുവിശേഷ വേല മുന്നോട്ട് പോകാത്തതെന്ന് ഞാൻ പറഞ്ഞത്. ഈ ഭാരതത്തിൽ ഇന്നും വെറും 2.5-3% ക്രിസ്ത്യാനി നിൽക്കുന്നതിന്റെ കാരണം എന്താ? നമ്മൾ നമ്മുടെ വീട്ടുകാർ, നമ്മുടെ പ്രാർത്ഥന മുഴുവൻ ആർക്ക് വേണ്ടിയാ പറയും? നമ്മുടെ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി, നമ്മുടെ വീട്ടുകാർക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്. ഇതാണ്. മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ വേറെ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മാത്രമല്ല, അപ്പൊ ഈ നരകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് സഭയുടെ പ്രബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു ഉൾക്കാഴ്ച ഉണ്ടാകണം നമുക്ക്. അല്ലെങ്കിൽ ഇത് കാണുന്നവരോടൊക്കെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നരകത്തിൽ പോകട്ടോ. അപ്പൊ പിള്ളേരോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, അയ്യോ നീ സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ നരകത്തിൽ പോകട്ടോ എന്ന് വിചാരിച്ച് സിഗരറ്റ് വലിക്കാൻ ലൈസൻസ് കൊടുക്കല്ല. നമ്മൾ അവരെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് നിസാര കാര്യത്തിന്.
അപ്പോൾ അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള വികലമായ ഒരു ഭാവന ഉണ്ടാകും. അപ്പോൾ ഒരു തെറ്റ് ചെയ്യുന്ന ഒരുത്തൻ, അല്ലെങ്കിൽ ഒരു ബലഹീനതയുള്ള ഒരുത്തൻ, അല്ലെങ്കിൽ ഒരു കമ്പൽസീവ് ഹാബിറ്റ്, ഒരുപാട് ദുഷ്കാര്യങ്ങൾ, അവനെ കരുണ കാണിച്ച് സ്നേഹിച്ച്, മോനെ നീ വിഷമിക്കണ്ട, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നീ ജ്ഞാനസ്നാനം സ്വീകരിച്ച ആളാണ്, നിന്റെ അകത്ത് കർത്താവുണ്ട്, കർത്താവ് നിന്നെ നേടും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ്റെ ആശ്വാസം ആവില്ലേ? നിന്നെ പിശാച് കൊണ്ടുപോകാൻ കർത്താവ് സമ്മതിക്കില്ലട മോനെ, കർത്താവ് നിന്നെ നേടും. കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ ആടുകളിൽ ഒന്നിനെപ്പോലും നഷ്ടപ്പെടുത്താൻ ഞാൻ അനുവദിക്കില്ല, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകും. ഇപ്പോൾ കേൾക്കുമ്പോൾ ഒരു ആശ്വാസം തോന്നുന്നുണ്ടോ? ഇതാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? സുവിശേഷം എന്ന് പറഞ്ഞാൽ ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശമാണ്, ഭയപ്പെടുത്തലിൻ്റെ സന്ദേശമല്ല. നമ്മൾ ഭയപ്പെടുത്തി കുമ്പസാരിപ്പിച്ചിട്ടോ ഭയപ്പെടുത്തി കർത്താവിനെ കുറിച്ച് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഭയപ്പെടുത്തിയതുകൊണ്ട് സത്യം അറിയില്ല അവർ. സത്യം സമാധാനമാണ്. സമാധാനം ഉണ്ടാകട്ടെ. ഈശോ എവിടെയും പറഞ്ഞേക്കണത് എന്താ? നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. ആരോടെ സമാധാനമുള്ളത്? സമാധാനമുള്ള ആൾക്കാരോട് പറയേണ്ട ആവശ്യമുണ്ടോ? സമാധാനമില്ലാതെ പാപത്തിൻ്റെ ഭീകരതയിൽ വസിക്കുന്നവരോട് പറയാണ് സമാധാനം, വിഷമിക്കണ്ട, ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരാനാണ്. ബെനഡിക്ട് മാർപ്പാപ്പ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതാണ്, ക്രിസ്ത്യാനികളായ നമുക്ക് ഇനിയും ക്രിസ്തുവിനെ മുഴുവനും അറിയില്ല. അതുകൊണ്ടാണ് ബെനഡിക്ട് മാർപ്പാപ്പയുടെ പ്രധാന പുസ്തകം എന്താ? ജീസസ് ഓഫ് നാസറത്ത് 1, ജീസസ് ഓഫ് നാസറത്ത് 2, ജീസസ് ഓഫ് നാസറത്ത് 3 വന്നോ? 3 ഇറങ്ങുന്നുണ്ട്. ഇനിയും ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. കാരണം നമ്മൾക്ക് ഇപ്പൊ നമ്മൾ ഈ 4 ദിവസം കൊണ്ട് എന്തോരം കാര്യങ്ങൾ അറിഞ്ഞോ ഇല്ലയോ? ഇത് ഇപ്പൊ നമുക്ക് തോന്നുന്നില്ലേ ഇത് കുറെ നാൾ മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു തോന്നുന്നുണ്ടോ ഇല്ലയോ? ഓക്കെ, ഞാനിത് പറഞ്ഞത് ഈ സത്യം അറിയണം. നമ്മൾ സത്യം അറിയാൻ ഏറ്റവും ബെസ്റ്റ് ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമാണ്. ഈ മതബോധന ഗ്രന്ഥം ബൈബിളിനോടൊപ്പം നിങ്ങളുടെ കയ്യിലുണ്ടാകണം. ഞാൻ ഈ പറയണതെല്ലാം ഈ മതബോധന ഗ്രന്ഥത്തിൽ നിന്ന് പഠിച്ചതും കഴിഞ്ഞ 2016 മുതൽ 16 വർഷമായിട്ട് ഇത് ഉപയോഗിച്ച് അനേകരെ പഠിപ്പിക്കുന്നതാണ്. ഒരു മാസത്തെ എല്ലാം സെമിനാർ ഞാൻ ഇത് വെച്ച് നടത്തി. 1 month ലിവിങ് റിട്രീറ്റ് ഓൺ കാറ്റഗിസം. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനും അത് പഠിക്കാൻ ഇടയാകുന്നു. അതാണ് എനിക്കുള്ള ഒരു ബോണസ്. ഞാൻ ഒരു മാസം ഇത് പഠിപ്പിക്കുമ്പോൾ ഞാൻ രാത്രിയും വെളുപ്പിനൊക്കെ ഇരുന്ന് ഞാൻ തന്നെ ഇത് പഠിപ്പിക്കട്ടെ. അതുകൊണ്ടാണ് എനിക്ക് അത്രയും കോൺഫിഡൻസ്. ഇതിനകത്ത് എവിടെ എന്നത് എഴുതിയിരിക്കണം എന്നുള്ളത് എന്നോട് ചോദിച്ച ആൾക്കാർ എനിക്ക് ഇമെയിൽ അയക്കുന്നുണ്ട്. അത് ഇന്ന കാര്യം CCCയിൽ എവിടെ എഴുതിയേക്കണത്, എനിക്ക് ഉടനെ നമ്പർ സഹിതം പറയാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചാലേ, ഇതൊക്കെ സഭയുടെ നിധിയാണ്. നിധി ഇവിടെ എഴുതിയിട്ടുണ്ട്, ഡെപ്പോസിറ്റ് ഓഫ് ഫെയ്ത്ത്. ഇത് ഫെയ്ത്തിൻ്റെ ഒരു ട്രഷറാണ്. അപ്പോൾ ഇത് നമ്മൾ വായനാശീലമുള്ളവരാണ്, പഠനശീലമുള്ളവരാണ്, ഇല്ലേ? നമുക്ക് അതിനകത്തൊക്കെ നല്ല ശീലമുള്ളവരാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഈ പുസ്തകം ഇവിടെ ഉണ്ടോ അച്ചോ? ഇവിടെ ഇല്ല. അപ്പോൾ അത് പാസ്റ്ററൽ സെൻറ്ററിലോ ബുക്ക് സ്റ്റാളിലോ അല്ലെങ്കിൽ POCയിലൊക്കെ കിട്ടും. അത് ഇനിയാണ് അന്ത്യവിധി. പെട്ടെന്ന് അന്ത്യവിധിയിലേക്ക് വന്നല്ലോ അല്ലേ? എന്താണ് സംഭവിക്കാൻ പോകുന്ന അന്ത്യവിധിയിൽ? അന്ത്യവിധിക്ക് മുൻപായി എന്തുണ്ടാവും? എല്ലാ മരിച്ചവരുടെയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും ഉത്ഥാനം ഉണ്ടാകും. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. കബറിടങ്ങളിലുള്ളവരെല്ലാം മനുഷ്യപുത്രന്റെ സ്വരം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരികയും ചെയ്യുന്ന മണിക്കൂറാണ്. ഇവിടെയാണ്
ഇടതുവശത്തുള്ളവരും വലതുവശത്തുള്ളവരും. വലതുവശത്തുള്ളവരോട് പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനത്തിന് മുമ്പ് മുതൽ നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം നിങ്ങൾ അവകാശപ്പെടുവിൻ. ഉണ്ടോ? മത്തായി 25:34. ലോകസ്ഥാപനത്തിന് മുമ്പ്, ഒന്ന് ആലോചിച്ച് നോക്ക്, ലോകസ്ഥാപനത്തിന് മുമ്പ് എനിക്ക് വേണ്ടി ദൈവം അവിടെ സ്ഥലമൊരുക്കിയിട്ടുണ്ട്. ലോകസ്ഥാപനത്തിന് മുമ്പ്, എന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്. നമ്മൾ എത്ര ചെറുതായിട്ടാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കാണുന്നത്. ദൈവം ഇത്രയ്ക്ക് ഫോർസൈറ്റഡ് ആണ്. നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ലോകസ്ഥാപനത്തിന് മുൻപ് ദൈവം പദ്ധതി ചെയ്തിട്ടുണ്ട്. അവിടെ കൊടിയെന്ന് എത്തിക്കും ദൈവം. അപ്പോൾ വലതുവശത്ത്, അപ്പോൾ ആകെ നമുക്ക് പറയും ഇടതുവശത്തുള്ളവരപ്പോൾ എന്ത് ചെയ്യും? ഇടതുവശത്തുള്ളവർ നിത്യനരകത്തിലേക്ക് പോകും. ആരാണ് ഇടതുവശത്തുള്ളവർ എന്നുള്ളതാണ് പ്രശ്നേ. ഇപ്പൊ ഞാൻ ഇടതുവശത്ത് നിൽക്കോ വലതുവശത്ത് നിൽക്കോ? നിങ്ങളെല്ലാവരും എവിടെ നിൽക്കുക? എവിടെ ആയിരിക്കും? വലതുവശത്ത്. നമ്മൾ പറഞ്ഞിങ്ങനെ പേടിപ്പിക്കരുത്. ഒരു സിനിമയുണ്ട്, അവൻ വീണ്ടും വരുന്നോ, അതിനകത്ത് എല്ലാം ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകണമൊക്കെ കാണിച്ചിരിക്കുകയാണ്. രണ്ടാം വരവിനെ കുറിച്ച് അവൻ വീണ്ടും വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ധ്യാന കേന്ദ്രത്തിൽ, സിസ്റ്റേഴ്സിലൊരു ധ്യാനത്തിൽ ആ സിസ്റ്റർ പറഞ്ഞു, ഒരു സിനിമ കാണിക്കൂട്ടോ ബ്രദറെ. ഞാൻ പറഞ്ഞു കാണിച്ചോളാൻ പറഞ്ഞു. അവസാനം എന്നെയും പിടിച്ചുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഇതെന്തീ കാണിക്കണേ, അതിപ്പോൾ ഭയങ്കര പോപ്പുലറാ. എന്നിട്ട് അവർ പറയണം ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ ഓടിപ്പോയി കുമ്പസാരിക്കും. പക്ഷേ പറയണത് എന്താ? പേടിപ്പിക്കുകയാണ് മനുഷ്യനെ. വചനം തന്നെ എഴുതിയേക്കണത് അതിനകത്ത്. എന്താ വചനം? ഇന്നിന്ന പാപം ചെയ്യുന്നവരൊക്കെ നരകത്തിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ പിന്നെ കർത്താവ് ഈശോ മിശിഹാ എന്ത് ചെയ്തു? അപ്പോൾ ഇത് കാണിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് ഈ കാണിച്ച ആൾക്കാർ പറഞ്ഞു, ബ്രദർ രണ്ടു വാക്ക് പറയും. അവരുദ്ദേശിച്ച് ഞാൻ ഇതിനെ റെക്കമെൻഡ് ചെയ്ത് പറയുമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പറയാതിരിക്കാൻ നല്ലത്. അല്ല ബ്രദർ പറയും രണ്ടു വാക്ക്. ഞാൻ പറയാതിരിക്കാൻ നല്ലത് സാറേ. എന്നിട്ട് എന്നെ നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ സ്നേഹിത, കർത്താവ് ഈശോ മിശിഹാ വന്നത് നമ്മളെ നരകത്തിൽ കൊണ്ടുപോകാനാണോ അതോ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണോ? അപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് അതിനെക്കുറിച്ച് പറഞ്ഞു. അതോടെ അവരാകെ മൂഡ് ഔട്ടായി. നമുക്ക് സത്യം പറയാതിരിക്കാൻ പറ്റുമോ? അതിനകത്ത് ഓരോ ഭാഗങ്ങൾ കാണിച്ചേക്കണതെല്ലാം വികലമായ ശിക്ഷിക്കുന്ന ഒരവസ്ഥയാണ്. ഈവൻ ആ പാപിനിയായ സ്ത്രീയെ നമ്മൾ ഇന്നലെ കണ്ടില്ലേ? പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ വന്നവളിൽ രക്ഷിച്ചിട്ട് കർത്താവ് അവളോട് കരുണ കാണിച്ച്, മകളെ നീ ഞാനും വിധിക്കുന്നില്ല. ആ ഡയലോഗൊന്നുമില്ല. അവസാനം പറഞ്ഞേക്കണിങ്ങനെ, മേലിൽ പാകം ചെയ്യരുത് കേട്ടോ. ഇങ്ങനെയാണോ അതിൻ്റെ ധ്വനി? അപ്പൊ ഇങ്ങനെ തെറ്റായ രീതിയിൽ ഒരുപാട് ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അന്ത്യവിധി എന്നും പറഞ്ഞപ്പോൾ ബഹളം. ഷാലോമിൽ ഒരു 10-12 ടോക്ക് അന്ത്യവിധിയെക്കുറിച്ച് ഞാൻ സഭയുടെ പ്രബോധനങ്ങളിൽ നിന്നും സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളും പഠിച്ച് അതിനെക്കുറിച്ച് പറയാനുണ്ടായിരുന്നു. അത് കേൾക്കണം നിങ്ങൾ. നമ്മളിതെല്ലാം എല്ലാ ഉപമകളും അന്ത്യവിധിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പറയുന്നത്. എല്ലാ ഉപമകളും, ഈശോ പറഞ്ഞ എല്ലാ ഉപമകളും, ഈശോ പറഞ്ഞ ഉപമകളിൽ നിന്ന് അന്ത്യവിധിയെ മനസ്സിലാക്കണം. അപ്പോ ഈശോ പറഞ്ഞൊരു ഉപമ ഇതാണ്. വിധി ദിവസത്തിൽ നിനവേവാസികൾ ഈ തലമുറയിൽ ഉള്ളവരെ കുറ്റപ്പെടുത്തും. എന്തുകൊണ്ടാ? അവർ യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു. എന്നാൽ ഇതാ യോനായേക്കാൾ വലിയവൻ. അപ്പോൾ ഇതെല്ലാം ഈശോ പറയണത് എന്തിനു വേണ്ടിയാ? മാനസാന്തരത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പൊ നമുക്കൊരു രോഗം, ഞാനൊരു പ്രാവശ്യം പറഞ്ഞു, ഇപ്പൊ ഒരു ക്യാൻസർ രോഗമാണ് ഒരാൾക്ക്. അയാൾ പറയാണ് എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ഇരിക്കാം. എടോ, തനിക്ക് ക്യാൻസറാണ്, താൻ ചികിത്സിച്ചില്ലെങ്കിൽ മരിക്കും എന്ന് പറയണത് അവൻ മരിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടാണോ? നീ ചികിത്സിച്ചില്ലെങ്കിൽ, നീ മരുന്ന് കഴിച്ചില്ലെങ്കിൽ നീ നശിച്ചു പോകും എന്ന് പറയണത് അവനെ നശിപ്പിക്കാൻ വേണ്ടിയാണോ? അല്ല, അവനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. എന്ന പോലെയാണ്, നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ
നീ നിന്റെ പാപത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ നീ കെടാത്ത തീയിൽ പോകും എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരെ കെടാത്ത തീയിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണോ? അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ വേണ്ടി വിശുദ്ധമായ ഒരു ഭയം ഉണ്ടാക്കുന്നു എന്നാണ്. ഇപ്പൊ യോനായുടെ കാര്യം തന്നെ നോക്കൂ. ഈശോ പറഞ്ഞു, ഇതാ യോനായേക്കാൾ വലിയവൻ ഇവിടെ. അപ്പൊ ആ ഉപമ അല്ലെങ്കിൽ ആ ഭാഗത്തെ നോക്കുമ്പോൾ നിനവേവാസികളോട് യോനായോട് പറയാൻ പറഞ്ഞു, നിങ്ങളൊക്കെ നശിക്കാൻ പോവുകയാണ്. യോന പറഞ്ഞു. അത് കേട്ട വഴി നിനവേവാസികൾ പശ്ചാത്തപിച്ച് ചാരം പൂശിയപ്പോ, ചാക്കൊടുത്ത് ചാരം പൂശി പശ്ചാത്തപിച്ചപ്പോ ദൈവം പിന്നെ അവരെ നശിപ്പിച്ചോ? അതാണ് നിനവേവാസികൾക്ക് കൊടുത്ത അടയാളം. യോന അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തോ? ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ, ഈ വലിയവനായ യേശുക്രിസ്തു ഈ പാപികളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇനി അവർ നരകത്തിൽ വിടാനാണോ ഈ പാപമെല്ലാം യേശുക്രിസ്തു ഏറ്റെടുത്തത്? യേശുക്രിസ്തു തന്റെ രക്തം കൊടുത്ത് പാപം ഏറ്റെടുത്തവരെ നരകത്തിൽ കൊണ്ടുപോകാൻ ആർക്ക് പറ്റും പറയും? പക്ഷേ അതൊരുവൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ, ആ യേശുക്രിസ്തുവിന്റെ കരുണാർദ്രമായ സ്നേഹത്തെ തിരസ്കരിച്ചുകൊണ്ട് പാപത്തിൽ തുടരുകയാണെങ്കിൽ നരകത്തിൽ പോവും. പക്ഷെ ആരെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ദൈവത്തിന് ആഗ്രഹമുണ്ടോ? അതുകൊണ്ട് ദൈവം തന്നെ മറ്റുള്ളവരെ എന്തിനൊരുക്കും? അങ്ങനെയുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം നിൽക്കാൻ വേണ്ടി. അവനറിവില്ല. അതുകൊണ്ട് നീ വിശ്വാസമുള്ളവർ അതിനുവേണ്ടി മധ്യസ്ഥം നിൽക്കണം. അങ്ങനെ മധ്യസ്ഥം നിൽക്കുന്നവരാണ് പുരോഹിതർ എന്ന് പറഞ്ഞാൽ. എത്ര ലക്ഷം പുരോഹിതരുണ്ടെന്ന് കത്തോലിക്ക സഭയിൽ അറിയോ? 5 ലക്ഷത്തിലധികം പുരോഹിതരുണ്ട്. 5 ലക്ഷത്തിലധികം പുരോഹിതർ എല്ലാ ദിവസവും 5 ലക്ഷത്തിലധികം 500,000-ത്തിലധികം ബലിവേദിയിൽ നിന്നും മധ്യസ്ഥം വഹിക്കുകയാണ്. കർത്താവേ ഉത്തരവരണമേ, കർത്താവേ ഇവരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ. ഈ പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ? ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും ആവശ്യമുള്ള ആത്മാക്കളെയും. അപ്പോ അന്ത്യവിധി എന്ന് പറയുമ്പോ ഈ അന്ന് അന്ത്യവിധിക്ക് മുമ്പായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞു, എല്ലാ ജനതകളുടെയും സാക്ഷ്യമുണ്ടാവും. എല്ലാ ജനതകളും യേശുവിനെ അറിയും. എല്ലാ ജനതകളും സുവിശേഷം അറിഞ്ഞതിന് ശേഷമാണ് അന്ത്യമാഗതമാകുകയുള്ളൂ. അതുകൊണ്ടാണ് അത് കള്ളനെ പോലെ വരും, ആരോടും മുൻകൂട്ടി അറിയിക്കില്ല എന്ന് പറയുന്നത്. അപ്പോ ഈ മരിച്ചവരെല്ലാവരും ഉയർക്കപ്പെടും. ഇനി വിധി ശരിക്കും ഉണ്ടാവും. വിധിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയപ്പെടുകയല്ല വേണ്ടത്. അതിനെ ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വേണ്ടത്. പരിശുദ്ധ പിതാവ് ഈ കരുണയുടെ വർഷത്തിൽ ഈ വിധിയെക്കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞു. വിധിയെക്കുറിച്ച് ഭയപ്പെടുകയല്ല വേണ്ടത്. എന്നിട്ട് പറയാണ്, നിങ്ങൾ അന്ത്യവിധി സമയത്ത് ഒട്ടും ഭയപ്പെടണ്ട. നിങ്ങളുടെ കൂടെ 2 അഡ്വക്കേറ്റുമാരുണ്ടാവും. ആരെല്ലാമാണ് 2 അഡ്വക്കേറ്റ്? ഒന്ന് കർത്താവ് ഈശോ മിശിഹായും, ഒന്ന് പരിശുദ്ധാത്മാവും. അവർ നമ്മൾക്ക് വേണ്ടി വാദിക്കാനുള്ള അഡ്വക്കേറ്റുമാരാ. ആരുടെ അഡ്വക്കേറ്റ്? നമുക്ക് വേണ്ടി അഡ്വക്കേറ്റ്. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ വിധി നടക്കുകയാണ്. കൊടിയൻ തോമസ് പോൾ വിളിച്ചപ്പെട്ടു. ഓക്കെ, റെഡി, ഞാൻ വന്നു. ഉടനെ എന്റെ 2 അഡ്വക്കേറ്റുമാരും ഓടി വരികയാണ്. അഡ്വക്കേറ്റ് നമ്പർ 1, യെസ്, ജീസസ് ക്രൈസ്റ്റ്, കർത്താവ് ഈശോ മിശിഹാ വന്നിട്ട് പറയുകയാണ്, ഈ തോമസ് പോൾ ജീവിതകാലം മുഴുവനും ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അവയെല്ലാം ഞാൻ കുരിശിൽ ഏറ്റെടുത്തു പരിഹാരം ചെയ്തു കഴിഞ്ഞു. അതിവൻ വിശ്വസിക്കുന്നത് കൊണ്ടും അതവൻ പ്രഖ്യാപിക്കുന്നത് കൊണ്ടും അവനെ നീതീകരിച്ചിരിക്കുന്നു. ഇപ്പോ നമ്മുടെ കണക്കിൽ
അവൻ്റെ ഒറ്റ പാപവുമില്ല, എല്ലാം ക്യാൻസലാണ്. ഭയങ്കര കയ്യടി ഉയരുന്നു. വേണമെങ്കിൽ കയ്യടിച്ചോ. കർത്താവിൻ്റെ മഹത്വം. ഇതിൽ തെറ്റുണ്ടോ? ശരിയാണോ? അതുകൊണ്ട് ഇവനെ ഇതും പറഞ്ഞുകൊണ്ടാണ് മരിക്കണ നേരത്ത് മരിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ കിരീടം വെച്ചിരുന്നത്. ഇവനെ ജീവന്റെ കിരീടം അണിയിച്ച്, ഇവനെ നീതിയുടെ വസ്ത്രമണിയിച്ച് സ്വീകരിച്ചാലും. മാലാഖമാർ പാട്ടുപാടുന്നു, കരഘോഷം, പരപര വാദ്യമേളം. അഡ്വക്കേറ്റ് നമ്പർ 2 ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് ഓടി വന്നിട്ട് പറയാണ്, ഈ തോമസ് പോൾ ഇവന്റെ ജീവിതകാലത്ത് പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അനേകം ആത്മാക്കളെ സ്വർഗത്തിലേക്ക് നേടിയിരിക്കുന്നത് കൊണ്ട് ഇവനെ ഒരു ഗോൾഡ് മെഡലും ഒരു കിരീടവും അണിയിച്ചാലും. അപ്പോ മാലാഖമാരെല്ലാവരും വാദ്യമേഘങ്ങളോടെ സങ്കീർത്തനം 45 ആലപിക്കുന്നു. 45-ാം സങ്കീർത്തനത്തിൽ പാടുകയാണ്, രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട് ചാർത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു, വർണ്ണശബളമായ അങ്കിയണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. കണ്ടോ, ആരാണ് ഈ രാജകുമാരി? സഭ. ഈ ലോകം മുഴുവനും സഭയാകുന്ന മണവാട്ടി ഉയർത്തെഴുന്നേറ്റ ആ ഉയർപ്പാണ് ഈ രാജകുമാരി. സ്വർണ്ണക്കശവുടയാട. സഭ സ്വർണ്ണക്കശവുടുത്ത ഉടയാട ചാർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മഹത്വം അണിഞ്ഞിരിക്കുന്നു. എന്താണ് മഹത്വം? അവൾ ഉയർത്തെഴുന്നേറ്റ ശരീരവുമായിട്ട് വന്നില്ല. അവൾ അങ്ങനെ അണിഞ്ഞൊരുങ്ങിയ സഭയെ രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട ചാർത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു, വർണ്ണശബളമായ അങ്കിയണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. അങ്ങനെ ഈശോ വിജയ പതാക പാറിക്കോട്ടെ. ഇതാണ് ഞാൻ സങ്കീർത്തനത്തിൻ്റെ ഒരു വ്യാഖ്യാനം പറയാമെന്ന് പറഞ്ഞത്. 19-ാം സങ്കീർത്തനത്തിൽ ഒന്ന് പാടാൻ കേട്ടോ. എന്താണ്? ഭാഷണമില്ല, വാക്കുകളില്ല. അതിനുശേഷം വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു, അവയുടെ വാക്കുകൾ ലോകത്തിന്റെ അതിർത്തിയോളമെത്തുന്നു. അവിടെ സൂര്യൻ ഒരു കൂടാരം അവിടന്നു നിർമ്മിച്ചിരിക്കുന്നു, മണവറയിൽ നിന്ന് മണവാളൻ എന്ന പോലെ സൂര്യനതിൽ നിന്ന് പുറത്തു വരുന്നു, മല്ലനെ പോലെ പ്രസന്നതയോടെ അവൻ ഓട്ടമാരംഭിക്കുന്നു. ആകാശത്തിന്റെ ഒരറ്റത്ത് അവനുദിക്കുന്നു, മറ്റേ അറ്റത്ത് അവന്റെ അയനം പൂർത്തിയാകുന്നു. അവന്റെ ചൂടിലിൽ നിന്നൊളിക്കാനൊന്നിനും കഴിയുകയില്ല. ഇത് യുഗാന്ത്യപരമായ ഒരു രഹസ്യമാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കണം. ഒന്ന് കൈവീശി കാണിച്ച് സങ്കീർത്തനമൊക്കെ കേട്ട് അങ്ങനെ ഉറങ്ങാമെന്ന് വിചാരിക്കണ്ട. ശ്രദ്ധിക്കണം. കണ്ടോ, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ കർത്താവായ യേശുവിൻ്റെ വചനം പ്രസരിക്കും. ലോകം മുഴുവനും പ്രസരിക്കും. അതിനുശേഷം എന്തായിരിക്കും? പടിയമനെ
ഭാഷണം അമ്മയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കും. അതാണ് രാജ്യത്തിന്റെ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടും. അടുത്തത് അവരുടെ വാക്കുകൾ ലോകത്തിന്റെ അതിർത്തിയോളമെത്തുന്നു. അവിടെ സൂര്യനൊരു കൂടാരം അവിടെ നിർമ്മിച്ചിരിക്കുന്നു. മണവറയിൽ നിന്ന് മണവാളൻ എന്ന പോലെ. എന്തിനാണ് മണവാളൻ ഈ മണവറയിൽ പോയിരിക്കണേ? എന്തിനാ മണവാളൻ മണവറയിൽ വന്നിരിക്കുന്നത്? മണവാട്ടിയുമായിട്ട് സല്ലാപത്തിന് അല്ലേ? മണവാട്ടിയെ കാണാനല്ലേ മണവാളൻ വന്നിരിക്കുന്നത്? അങ്ങനെ ഈ ലോകം മുഴുവനും കർത്താവ് ഈശോ മിശിഹായിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാ ജാതി മതസ്ഥരും യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാവരും അടങ്ങുന്ന സഭ മണവാട്ടിയായി മാറി. ഈ മണവാട്ടി ഒന്നൊരു പടിയെ അടുത്ത് മണവാളൻ മണവറയിൽ നിന്ന് മണവാളൻ എന്ന പോലെ സൂര്യൻ അതിൽ നിന്നും പുറത്തു വരുന്നു മല്ലനെ പോലെ പ്രസന്നത. സ്റ്റോപ്പ്. കണ്ടോ, മല്ലൻ പ്രസന്നതയോടെ വരുന്നത് എപ്പോഴാണ്? മല്ലൻ എന്ന് പറഞ്ഞാൽ കുസ്തി പിടിക്കുന്ന ആളാണ്. മല്ലൻ എപ്പോഴാണ് പ്രസന്നതയോടെ വരുന്നത്? വിജയിച്ചു കഴിഞ്ഞപ്പോ. ഇവിടെ ആരാണ് ഇവിടെ വിജയിക്കുന്ന മല്ലൻ? യേശു. എങ്ങനെ വരുന്നു? സൂര്യനെ പോലെ, അതോടൊപ്പം മല്ലനെ പോലെ പ്രസന്നതയോടെ. എന്തൊരു സിംബോളിസമാണെന്ന് നോക്കി. മല്ലൻ പ്രസന്നതയിൽ വരുന്നത് അതാണ് ക്രിസ്തുരാജിന്റെ തിരുനാള്. മല്ലൻ പ്രസന്നതയോടെ വരുന്നു. ഇനി എന്താണ് സൂര്യന്റെ സിംബോളിസം? ഇത് ഈ ഇടയ്ക്ക് എനിക്ക് കിട്ടിയ വലിയൊരു ഉൾക്കാഴ്ചയാണ്. സൂര്യനെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒരു ദിവസത്തിൽ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിൽ ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ളവർക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ? മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് മനസ്സിലാക്കിയേ. ഇപ്പൊ നമ്മളിവിടെ പകലായിരുന്നപ്പോൾ ഇവിടെ ഉള്ളവർ കണ്ടു. ആ സമയത്ത് അമേരിക്കയിൽ രാത്രിയായിരുന്നു. ഇപ്പൊ അമേരിക്കയിലുള്ളവർ കാണാൻ തുടങ്ങിയിരിക്കുന്നു സൂര്യനെ. ഇനി അങ്ങനെ ഭൂമിയുടെ ഈ ചക്രത്തിൽ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും 24 മണിക്കൂറിനകത്ത് സൂര്യനെ ദർശിക്കാൻ പറ്റുമോ ഇല്ലയോ? അപ്പൊ സൂര്യനേക്കാൾ അനേകം മടങ്ങ് ശോഭയോടെയാണ് ഈ രാജാതിരാജൻ യേശു വരാൻ പോകുന്നത്. അപ്പോ ആ യേശുവിനെ എല്ലാ കണ്ണുകളും കാണാൻ പറ്റുമോ? അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതാണ് ആ സൂര്യൻ പോലെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെയും അവന്റെ ചൂടിൽ നിന്നൊളിക്കാൻ കഴിയും. ഇത് യുഗാന്ത്യത്തെ കുറിച്ചുള്ള വലിയ ഒരു രഹസ്യമാണ്. ഓക്കെ, അപ്പോ ഈ അന്ത്യവിധി എന്ന് പറയുന്നത്, യുഗാന്ത്യം എന്ന് പറയുന്നത് യുഗത്തെ അവസാനിപ്പിക്കാനല്ല. അവിടെ ഇതാ മറ്റൊരു ലോകം ആരംഭിക്കുകയാണ്. അതാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട ചാർത്തി അന്തപൂരത്തിൽ ഇരിക്കുന്നു. വർണ്ണശബളമായ അങ്കിയണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. ഈ ആനയിക്കൽട്ട് എവിടേക്ക് കൊണ്ടുപോകാനാ? അതാണ് പണിയുന്നോർ സ്ലേം നഗരീതാ. ചിതറിയൊരു ഇസ്രായേൽ ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയുന്നോർ സ്ലേം നഗരിയവൻ കരുണാവാരിധിയവനല്ലോ. അതായത് ഒരു പുതിയ ഓർസ്ലേം, ഒരു പുതിയ ജെറുസലേം എന്ന് പറയുന്നത് പലസ്തീനായിലുള്ള വിസിബിൾ ആയിട്ടുള്ള
ഒരു ജിയോളജിക്കലായിട്ടുള്ള ഒരു ജെറുസലേം അല്ല, ഒരു മിസ്റ്റിക്കലായിട്ടുള്ള ദൈവജനത്തിന്റെ ആത്മീയമായ അവസ്ഥയിലുള്ള ഒരു ജെറുസലേം. അതാണ് പുതിയ ആകാശം പുതിയ ഭൂമിയും. അതാണ് അവസാനം. അതോടൊപ്പം ഈ അന്ത്യവിധിയുടെ 1040 ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്നു കേട്ടോ. അന്ത്യവിധി സമയത്തുണ്ടാവുന്ന വലിയൊരു വിജയമാണ്. വിജയം ദൈവത്തിന്റെ നീതി. ഈ സെന്റൻസ് കേട്ടോളൂ. വിശ്വസിക്കാൻ കഴിവുള്ളവർ വിശ്വസിക്കുക, അല്ലെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ നീതി അവിടുത്തെ സൃഷ്ടികൾ ചെയ്യുന്ന സർവ അനീതികളെയും കീഴടക്കുമെന്നും ദൈവത്തിന്റെ സ്നേഹം മരണത്തെക്കാൾ പ്രബലമാണെന്നും അന്ത്യവിധി വെളിപ്പെടുത്തും. അപ്പോൾ ഇതൊരു വിജയത്തിന്റെ അവസ്ഥയാണ്. അവിടെ ഒരു പരാജയത്തിന്റെ അവസ്ഥയല്ല. പരാജയമാണെങ്കിൽ പിന്നെ കർത്താവ് ഈശോ രാജാതിരാജനാവണതിൽ അർത്ഥം എന്താ? എഴുന്നള്ളുന്നു. രാജാവ് എഴുന്നള്ളുന്നത് ആരായിട്ടാണ്? മല്ലനെ പോലെ പ്രസന്നതയോടെ, വിജയിച്ചുകൊണ്ട്, വിജയശ്രീ ലാളിതനായിട്ട്, പിശാചിനെയും പിശാചിന്റെ രാജ്യത്തെയും പാപത്തെയും അന്ധകാരത്തെയും പൂർണ്ണമായി എന്നേക്കുമായി നശിപ്പിച്ചുകൊണ്ട്, പിശാചിനെയും ദൂതനെയും നരകത്തിൽ എന്നേക്കുമായി അടച്ചുകൊണ്ട് ഒരു പുതിയ രാജ്യത്തിന് രൂപം കൊടുക്കുകയാണ്. അതാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. അപ്പോൾ അവിടെ പറയുകയാണ്, ദൈവത്തിന്റെ നീതി അവിടുത്തെ സൃഷ്ടികൾ ചെയ്ത സർവ അനീതികളുടെ മേൽ വിജയം വരിക്കും. ദൈവത്തിന്റെ സ്നേഹം മരണത്തെക്കാൾ പ്രബലമാണെന്ന്. പുതിയ 1042 പുതിയ ആകാശവും, അയ്യോ സമയം 8:30 കഴിഞ്ഞു. പുതിയ ആകാശവും പുതിയ ഭൂമിയെക്കുറിച്ചുള്ള പ്രത്യാശ സമയത്തിന്റെ പരിസമാപ്തിയിൽ, അതാണ് ദൈവരാജ്യം. സമയത്തിന്റെ പരിസമാപ്തിയിൽ ദൈവരാജ്യം അതിന്റെ പൂർണ്ണതയിലെത്തും. സാർവത്രിക വിധിക്ക് ശേഷം നീതിമാന്മാർ ശരീരത്തിലും ആത്മാവിലും മഹത്വീകൃതരായി, നീതിമാന്മാരെന്നവിടെ പറയുന്നു നമ്മളെല്ലാവരും, ശരീരത്തിലും ആത്മാവിലും മഹത്വീകൃതരായി ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ഭരിക്കും. പ്രപഞ്ചം മുഴുവൻ നവീകരിക്കപ്പെടും. മനുഷ്യ വംശത്തെയും ലോകത്തെയും രൂപാന്തരപ്പെടുത്തുന്ന നിഗൂഢാത്മകമായ ഈ നവീകരണത്തെ വിശുദ്ധ ഗ്രന്ഥം പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് വിളിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളും ക്രിസ്തുവിൽ പുനഃപ്രതിഷ്ഠിക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ സുനിശ്ചിതമായ സാക്ഷാത്കാരമായിരിക്കും അത്. ഈ പുതിയ പ്രപഞ്ചത്തിൽ, സ്വർഗീയ ജെറുസലേമിൽ ദൈവത്തിന്റെ വാസസ്ഥലം മനുഷ്യരുടെ ഇടയിലായിരിക്കും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ മുഴുവൻ തുടച്ചു മാറ്റും. പിന്നീട് മരണം ഉണ്ടായിരിക്കയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പിശാചില്ല. പിശാചിനെയും ദൂതനെയും അവിടെ നരകത്തിൽ അടച്ചു. ഭൂമിയിൽ അവന്റെ ഓർമ്മ പോലും ഇല്ലാത്ത രീതിയിൽ ഇവിടെ ഉണ്ടായിരുന്ന ശരീരങ്ങളെല്ലാം ഉയർപ്പിച്ചു. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ മുഴുവനും തുടച്ചു മാറ്റുകയും പിന്നീട് മരണമുണ്ടായിരിക്കയില്ല, വിലാപമോ കരച്ചിലോ വേദനയുണ്ടാകയില്ല. എന്തെന്നാൽ പഴയതെല്ലാം കടന്നുപോയി, ഇതാ പുതിയത് വന്നിരിക്കുന്നു. ഈ പ്രത്യാശയിലാണ് നമ്മൾ ഈ വിശുദ്ധ കുർബാന മുഴുവൻ അർപ്പിക്കുന്നത്. അതാണ് നമ്മൾ പറയുന്നത്, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവും പാനം ചെയ്യുവാൻ ഭക്ഷിക്കുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. സ്വർഗരാജ്യത്തിൽ ഉള്ള വിശ്വാസം, ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും, ആ പുതിയ ആകാശവും പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കാനുള്ള അച്ചാരമാണ് ഈ വിശുദ്ധ കുർബാനയിലൂടെ നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഒരു നിമിഷം മൗനമായി കർത്താവിനൊന്ന് നന്ദി പറയുക. ഓ ദൈവമേ, ഇത്രയും ഇൻഫർമേഷൻസ്, ഈ ജ്ഞാനമെല്ലാം ദൈവമേ ഞങ്ങളുടെ ആത്മാവിലേക്ക് ഒഴുക്കണമേ. പ്രത്യാശയുടെ സുവിശേഷം ഭയത്തിൻ്റെ അല്ല, അടിമത്തത്തിൻ്റെ അല്ല, വിജയത്തിൻ്റെയും പ്രത്യാശയുടെയും കർത്താവാണ്.
സ്വർഗം ഭൂമിയിലിറങ്ങി തിന്നും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂവിലിറങ്ങി മഹിതാത്ഭുതമേ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമായോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ആ ആ അപ്പൊ അവരൊന്നും സ്വർഗത്തിൽ കയറില്ല. അപ്പൊ അവര് പശ്ചാത്തപിച്ചില്ലെങ്കിൽ അവരുടെ സ്ഥിതി അത് തന്നെയാ. അതാണ് ഞാൻ പറയണത്. നിനക്ക് ക്യാൻസർ രോഗം ഉണ്ടെന്ന് വിചാരിച്ചോ, നീ മരുന്ന് കഴിച്ചില്ലെങ്കിൽ നീ മരിക്കും. ഇപ്പോ ഈ വ്യഭിചാരിയും ഇവരും എല്ലാവരും അനുദപിച്ച് കർത്താവ് അവരുടെ പാപം ഏറ്റെടുത്തോ? യേശുക്രിസ്തു അവരുടെയും കൂടി പാപം ഏറ്റെടുത്തിട്ടും അവരത് വിശ്വസിക്കുന്നില്ലെങ്കിൽ അവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. പക്ഷെ എന്താ നമ്മൾ ആഗ്രഹിക്കണേ? അവര് നരകത്തിൽ പോകണമെന്നാണ് ആഗ്രഹിക്കണേ? അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കർത്താവേ, അവർക്ക് അറിയില്ല കർത്താവേ, അവരോട് കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് പശ്ചാത്താപം ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വീടുകളിൽ തന്നെ വിശ്വസിക്കാത്തവരും നിരീശ്വരവാദികളുമായിട്ടുള്ള ഒരുപാട് പേര്, പള്ളിയിലും പോകാണ്ട് കുമ്പസാരിക്കാതെ കുമ്പസാരം പോലുമില്ലാത്ത ആൾക്കാർ. പക്ഷേ ഈ ഭാര്യ കഷ്ടപ്പെട്ട് കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് അവസാനം മരിക്കാറായപ്പോ, എടിയേ അച്ഛനൊന്ന് വിളിക്കാമോ നീ? അപ്പോഴേക്കും ഈ അമ്മച്ചിക്ക് എന്ത് സന്തോഷമാണ്. എന്തുകൊണ്ടാ? ഈ അമ്മച്ചി മാത്രമല്ല, ആൾക്കാരെല്ലാവരും കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഈ ആത്മാവിന്റെ മേൽ. അപ്പൊ കർത്താവ് ചിലവരുടെ മരണം തന്നെ നീട്ടിക്കൊണ്ടു പോകാണ്, ഒന്ന് കുമ്പസാരിക്കാൻ വരെ. ഇല്ലേ? നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇല്ലയോ? അപ്പൊ അങ്ങനെയുള്ള വ്യഭിചാരികളും മന്ത്രവാദികളും അവരൊന്നും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, അവരെ പശ്ചാത്താപത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവും ഈശോയും നമ്മളെല്ലാവരും അവിടെ പ്രവർത്തിക്കേണ്ടത്. മരിച്ചവരുടെ മരിച്ചവർക്കുള്ള ജ്ഞാനസ്നാനം, അതായത് അത് ഒന്നുകൂടി പറഞ്ഞ് സാവധാനം പറയും. അവർക്ക് പരിശുദ്ധാത്മാവിലൂടെ മരിച്ച നമ്മളുടെ ചിന്ത മരിച്ചു കഴിഞ്ഞാൽ ആളങ്ങ് പോയി എന്നാണ്. മരിച്ച ആള്, മരണം എന്ന് പറഞ്ഞാൽ ശരീരം ആത്മാവും സെപ്പറേറ്റ് ആയിട്ടുള്ള അവസ്ഥയായിട്ടുള്ളൂ. ശരീരമുണ്ട്, ആത്മാവുണ്ട്. ശരീരത്തിന്റെ ദൈവത്വം നിലനിൽക്കുന്നു. ശരീരം വ്രണമായി ജീർണിക്കുന്നു എങ്കിലും ആത്മാവ് അങ്ങനെ തന്നെയുണ്ട്. അപ്പൊ ഈ ആത്മാവിന് ഇവിടെ നമ്മൾ ചെയ്യാവുന്ന എല്ലാം അപ്പോഴും ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഈ ശുശ്രൂഷകളെല്ലാം നമ്മൾക്ക് അപ്പോഴും ചെയ്യാം. എന്താ പറഞ്ഞേ? നല്ലൊരു ചോദ്യമാണ്. ആത്മഹത്യ ചെയ്യുന്നവരുടെയും ആത്മാക്കൾക്ക് കരുണ ലഭിക്കും. കാരണം സഭയുടെ പ്രബോധനത്തിൽ പറയുന്നത് പ്രധാനമായിട്ടും 3 കാരണം കൊണ്ടാണ് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത്. ഒന്ന്, ഒരു മാനസിക വിഭ്രാന്തി കാരണമായിരിക്കും. 2, ഒരു പൈശാചിക പീഡ അവനെ അങ്ങനെ ചെയ്യിക്കുന്നതായിരിക്കും. 3, അവൻ്റെ ആ സമൂഹം അവനെ പീഡിപ്പിക്കുന്നതിലൂടെ അവന് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും. ഈ 3 കാര്യവും അവൻ്റെ കുറ്റം കൊണ്ടല്ല പോയത്. അതുകൊണ്ട് അവന് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു കരുണ കിട്ടാൻ ഉള്ള അർഹതയുണ്ട് എന്ന് വിചാരിച്ച് ആരും ആത്മഹത്യ ചെയ്യണമെന്ന് പറയുന്നില്ല. അപ്പൊ ആത്മഹത്യ അതൊക്കെയാണ്. പണ്ടെല്ലാം ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ തെമ്മാടിക്കുഴിയിൽ കുഴിച്ചിട്ടിരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെ ആത്മഹത്യ ചെയ്യാനിടയായാൽ
അവരുടെ പേരിൽ കർത്താവിൻ്റെ കരുണ അവർക്ക് ലഭിക്കാൻ അർഹതയുണ്ട്. യെസ്. ഇനി എന്തെങ്കിലും ഈ സംശയങ്ങളൊക്കെ ഇപ്പൊ ക്ലിയർ ചെയ്യണം. അല്ലാണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു ഞാനതൊന്നും വിശ്വസിച്ചൊന്നുമില്ല. പിന്നെ വചനപ്രഘോഷകർക്ക് പിന്നെ ഇത് പറയാം. എന്താ പറഞ്ഞേ? ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി എന്ത് കാഴ്ചവെക്കുന്നു? സഹനം. സഹനം നമ്മൾ എന്ത് വേണമെങ്കിലും കാഴ്ചവെച്ചോ, അതെല്ലാം ഈശോയുടെ സഹനത്തോട് ചേർന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്. സഹനം, പരിഹാരം, ഇതൊക്കെ ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. അതൊരു ഓവർ എന്തൂസിയാസത്തിൽ ചെയ്യണതിൽ നമ്മുടെ വിശ്വാസത്തിന്റെ കുറവ് കൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയണുള്ളൂ. ഈശോ മിശിഹ അവർക്ക് വേണ്ടി സഹിച്ചോ? എന്താ നമ്മുടെ പ്രാർത്ഥന വേണ്ടി? ഈശോയെ അല്ല, മരിച്ച വിശ്വാസികൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരാൻ. ആരാ മരിച്ചിരിക്കണേ? വിശ്വാസിയാണോ? അപ്പൊ വിശ്വാസി മരിച്ചാൽ അയാൾ എവിടെ പോകും? മരിച്ച വിശ്വാസികൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹ കർത്താവിന്റെ വിലമതിയാത്ത പീഡാനുഭവത്തെ പ്രതി, തിരിച്ചോരെ എന്ന് പറഞ്ഞാൽ പീഡാനുഭവത്തെ പ്രതി മരിച്ച ആത്മാക്കളുടെ പേര്. അപ്പൊ ഈശോ മിശിഹ കർത്താവ് അനുഭവിച്ച പീഡകളും മരണവും അതിനോടൊപ്പം നമ്മളാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ പീഡകളൊക്കെ അതിന് അനുഗ്രഹമായിട്ട് മാറും. അത് അവർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും ഈശോയുടെ പീഡാനുഭവത്തിനുള്ള പങ്കാളിത്തമുണ്ട്. 1 Corinthians 5 അധ്യായം. നീ ഇങ്ങനെ അടുത്ത് വന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാവണില്ല. 5 അധ്യായം 1 കൊരിന്ത്യസ് 5 അധ്യായം 5 തിരുവചനം എന്താ പറയണേ? ആ മനുഷ്യനെ അവന്റെ അധമ വികാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടതിന് പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ അവന്റെ ആത്മാവ് കർത്താവായ യേശു ദിനത്തിൽ രക്ഷ പ്രാപിക്കട്ടെ. ഇതിപ്പോ സഭയിൽ ഇങ്ങനെ ഉണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ലോക അവസാനം വരെ ഉണ്ടാവും മനസ്സിലാക്കണം. പിശാചിനെ നമ്മൾ ഈ മനസ്സിലാക്കുന്നതെല്ലാം, ഈ സംശയങ്ങളുടെ എല്ലാം മാറണമെങ്കിൽ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ നിന്റെ അകത്തുണ്ടെങ്കിൽ നീ എന്നും സംശയത്തിലായിരിക്കുള്ളൂ. നമ്പർ 1. ദൈവം ശിക്ഷിക്കാനല്ല. ഇപ്പൊ അതിനകത്ത് തന്നെ പറയുന്നില്ലേ, പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കുക, കർത്താവ് അവനെ രക്ഷിക്കട്ടെ ഇല്ലേ? പിശാച് ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ്. പിശാചിനെ ദൈവം പലതിനും ഉപയോഗിക്കും. യൂദാസിന്റെ മേൽ പിശാചിനെ കയറ്റിയത് ദൈവമല്ലേ? ആണോ അല്ലയോ? പിശാചിനെ അവിടെ ആവശ്യമുണ്ടായിരുന്നു ഉപയോഗിക്കാൻ. അപ്പക്കഷ്ണം ഭക്ഷിച്ച മാത്രയിൽ പിശാച് അവന്റെ മേൽ കയറി എന്ന് പറഞ്ഞത് അവന്റെ കുറ്റമായിട്ടല്ല, അവനെ കൊണ്ടത് ചെയ്യിക്കാൻ പിശാചിന്റെ ആവശ്യമുണ്ട്. കർത്താവിന്റെ മുമ്പിൽ വെച്ചല്ലേ പിശാച് കയറിയത്? കർത്താവിനെ അവനെ ബന്ധനപ്രാർത്ഥന നടത്തി പുറത്താക്കായിരുന്നില്ല പിശാചിനെ? പറയും. എന്ത് ബന്ധിച്ച് പുറത്താക്കിയില്ല? ബന്ധിച്ച് പുറത്താക്കിയിട്ടായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെ പീഡാനുഭവം നടക്കും? അപ്പൊ നമ്മൾ ഈ പിശാചിനെ എവിടെയൊക്കെ എഴുതിയിട്ട് അയച്ചുകൊണ്ട് ഒരുപാട് വിഷമിക്കേണ്ട ആവശ്യമില്ല. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒറ്റ സംഭവം പിശാചിനെ കുറിച്ചില്ല, പിശാചിനെ ബഹിഷ്കരിക്കുന്നതിനെ കുറിച്ച്. ഇപ്പൊ ഈ പറഞ്ഞതിന്റെ പോയിന്റ്, ഈ സംഭവങ്ങൾ അന്ന് നടന്നത് ഇന്നും നടക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഈ കാണുന്ന ലോകമല്ല യഥാർത്ഥമായ ലോകം. ഇപ്പൊ പല സ്ഥലത്തും നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് എത്ര കൊലപാതകങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നറിയാം. എന്തെല്ലാം ഭയാനകമായ തിന്മകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളിവിടെ ഈ നിസാരം കാര്യത്തിനെയാണ് നോക്കുന്നത്. പക്ഷേ നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഭയാനകമായ സംഭവങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങളൊന്നും അവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. കർത്താവിനറിയാം. അവരെല്ലാമാണ് അവരെയൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അവരും സ്വർഗത്തിൽ പോകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ മോനെ? എല്ലാം ഒന്നും ചോദിച്ചാൽ എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്നാലും ഞാൻ സംശയം ഒരു സംശയമുള്ളൂ. ബാക്കിയെല്ലാം ക്ലിയറായി. പറഞ്ഞോ. മരിച്ചതിന് ശേഷം
ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കന്യാസ്ത്രീ, യൂറോപ്പിലെ ഒരു കന്യാസ്ത്രീ, അവരുടെ ശരീരം മുഴുവനായും മെഡിക്കൽ കോളേജിന് കൊടുത്തു. അപ്പൊ ഞങ്ങൾ അന്ന് കുറച്ചുപേര് പറഞ്ഞു, അതെങ്ങനെ ഒക്കുന്ന പിന്നെ പുനരുദ്ധാനത്തില്ല, ബോഡിയോട് കൂടിയല്ലേ. അപ്പൊ ഈ ബോഡി കൊടുത്താൽ അതൊക്കെയാണ്. നമ്മൾ ആ ബോഡി മരിച്ചു കഴിഞ്ഞു, അത് എങ്ങനെയെങ്കിലും ഉപയോഗിക്കപ്പെട്ടാലും ആ ബോഡി അല്ല ഉയർക്കുന്നത്. അതാണ് നീ ഇപ്പൊ ഇതിങ്ങനെ പറഞ്ഞതിന് വേറൊന്ന് പറയാം, അപ്പോൾ എളുപ്പം മനസ്സിലാവും. ക്രിമേറ്റ് ചെയ്യണം, ശരീരം ദഹിപ്പിക്കണം, അത് ഉയർക്കുമല്ലയോ? അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ ഒരിക്കൽ ഇതിങ്ങനെ നമ്മൾ ഇപ്പൊ രാവിലെ ഇന്ന് നമ്മൾ അബ്രാഹത്തിന്റെ ബലിയെക്കുറിച്ച് പറഞ്ഞില്ലേ. അബ്രാഹത്തിന്റെ ബലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, ഈ ക്രിമിയേഷൻ ചെയ്യണ ബോഡി ഉയർക്കുമെന്ന് ചോദിച്ചു, ദഹിപ്പിക്കണ ബോഡി ഉയർക്കുമെന്ന് ചോദിച്ചു. ഇപ്പൊ അബ്രാഹം വിശ്വസിച്ചത് എന്തില്ല? അബ്രാഹത്തിനോട് പറഞ്ഞെന്താ, നീ നിന്റെ മകനെ ദഹിപ്പിക്കാനാ പറഞ്ഞത്, ദഹിപ്പിക്കുകയല്ലേ ചെയ്യാൻ പോണത്. അപ്പൊ ആ ബോഡി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ബോഡിയെ അസ്തിത്വം കഴിഞ്ഞു. അതൊന്നില്ലെങ്കിൽ ദഹിപ്പിക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കാം, വെട്ടിമുറിച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എണ്ണയിലിട്ട്, അല്ലെങ്കിൽ ഫറവോമാരുടെ ശരീരം ഉപ്പിലിട്ടിരിക്കുന്ന മാതിരി. പക്ഷേ അന്ത്യദിനത്തിൽ ഉയർക്കുന്നത് ഈ ശരീരത്തിന്റെ ദൈവത്വം അടങ്ങുന്ന ആത്മാവാണ്, ദൈവത്വം അടങ്ങുന്ന ഒരു ശരീരമാണ്. അത് 1 കൊരിന്ത്യർ 13 നമ്മൾ വായിച്ചു, 1 കൊരിന്ത്യർ 15 നിന്ന് കേട്ടോ. 998 ഉയർപ്പ്, അതിനുശേഷം 900. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏതു തരം ശരീരത്തോടു കൂടിയായിരിക്കും അവർ വരുന്നത്? വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്, ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്, വെറുമൊരു മണി മാത്രമാണ്. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നത് അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. മരിച്ചവർ അനശ്വരമായി ഉയർപ്പിക്കപ്പെടും. നശ്വരമായ ഈ പ്രകൃതി അനശ്വരമായതിനെ ധരിക്കണം. അപ്പോൾ ഈ ശരീരം മണ്ണിൽ ചീഞ്ഞു പോവുകയോ ദഹിപ്പിക്കുകയോ ഇങ്ങനെ മറ്റുള്ളതിന് ഉപയോഗിക്കുകയോ ചെയ്തത് അത് പ്രശ്നമല്ല ശരീരത്തിന്റെ ഉയർപ്പിന്. മനസ്സിലാവുന്നുണ്ടോ? ആ ആ മരിച്ചുപോയ ആത്മാക്കളുടെ ആത്മാവ് നോ 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 ജീവിച്ചിരിക്കുന്ന ആളുടെ ആത്മാവിൻ ശരീരത്തിൽ കയറുമോ? ഒരിക്കലുമില്ല. പക്ഷെ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഈസ് പോസിബിൾ. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കണ മാതിരി മരിച്ച ആൾക്കാരോട് സംസാരിക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ അപ്പച്ചൻ, മരിച്ചുപോയ അപ്പച്ചനോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആത്മാവ് വേറൊരു ആത്മാവിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല, വേറൊരു ശരീരത്തിൽ കയറാൻ പറ്റില്ല. ഓക്കെ, ഇനി തൽക്കാലം നിർത്താം നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ എന്താ മോനെ പറയും, ഇനി കൊണ്ട് അടുത്ത് വാ. അവിടെ ഒന്നും പറയാൻ പറ്റില്ല, ഇങ്ങോട്ട് അടുത്ത് പോയാലും കം 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 കം. എക്സോർസിസം. എക്സോർസിസം ആത്മാവ് ഉള്ളിൽ കയറില്ല, അത് പിശാജ് ഉള്ളിൽ കയറിയിട്ടാണ്. മരിച്ച ആത്മാവ് ഉള്ളിൽ കയറണ അല്ല എക്സോർസിസം. ഒരാളെ പിശാജ് ബാധിക്കുന്നതിനാണ് എക്സോർസിസം. അതൊന്നും ഈ പറയുന്ന പോയിന്റ് അല്ല. അതെല്ലാം പിശാചിന്റെ കളിക്കലാണത്, പിശാചിന്റെ പരിപാടികളാണ് അത്. നമ്മളീ പറയണത് ഒരു മരിച്ച ഒരാളുടെ ആത്മാവ് വേറൊരാളിൽ പ്രവേശിക്കുന്നതും ഓജോ ബോർഡും തമ്മിൽ ഒരു കണക്ഷനുമില്ല. അതാണ് ഈ പടം കണ്ടതൊന്നും മോൻ വിശ്വസിക്കില്ലേ മോനെ. അതൊന്നും ഇതൊന്നും മനസ്സിലാക്കേണ്ടത്, അതെല്ലാം അശുദ്ധാത്മാവ്. ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ അശുദ്ധാത്മാവ് ചെയ്യണ്ടാവും. അതെല്ലാത്തിനെയും പറഞ്ഞ ഒരു ഊതിയ കർത്താവിന്റെ ആത്മാവ് കളിച്ചു കളയും.
ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയും ഈ അശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞത് നീ കേട്ടോ? എന്താണ് അശുദ്ധാത്മാവ്? സൃഷ്ടി മാത്രമാണ്. അതിനെ വെച്ചുകൊണ്ടാണ് ഇതെല്ലാം കളയുന്നത്. അപ്പോൾ ആ സൃഷ്ടി, ആ പിശാചിന് പലതും കാണിക്കാം. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ ആത്മാവ് ഇതിനെയൊക്കെ നശിപ്പിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അതങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മളത് വലിയ കാര്യമായിട്ട്, ഇതൊക്കെയാണ് ഈ സിനിമയിൽ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഓ അത് വലിയ കാര്യമായി, കർത്താവ് വിശ്വസിച്ചേക്കാളും വലിയ കാര്യമായി തോന്നും. അതിനകത്തൊന്നും വിശ്വസിക്കരുത്. അതാണ് കർത്താവ് വിശ്വസിച്ചായിട്ട്, അതുകൊണ്ടാണ് ജ്ഞാനത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ എക്സോർസിസം എന്ന് പറയുന്നത് അശുദ്ധാരൂപി ഒന്നിനെ പൊസസ് ചെയ്യുന്നതാണ്. അത് വാസ്തവത്തിൽ മാമോദീസ സ്വീകരിച്ച ഒരാളിൽ ഒരു അശുദ്ധാരൂപി പൊസസ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. കാരണം മാമോദീസയിലൂടെ അവൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ പൊസഷനിലാണ്. അതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ ആടിനെ ഒരാളും പിടിച്ചെടുക്കാൻ ഞാൻ അനുവദിക്കില്ല. അപ്പോൾ ഈ പൊസഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധന പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ചുമ്മാ തലവേദന ഉണ്ടെങ്കിലും ബന്ധന പ്രാർത്ഥന നടത്താം. അതൊന്നും പൊസഷനല്ല. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ നിർത്തുന്നു. നമ്മൾ വേഗം ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരുന്നു. അരമണിക്കൂറിനകത്ത് തിരിച്ചു വരുന്നു. അതിനുശേഷം നമ്മൾ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷനോടുകൂടി അഭിഷേക പ്രാർത്ഥനയ്ക്ക് നമ്മൾ തയ്യാറാവും. അതുകൊണ്ട് ഇനി നിങ്ങൾ വേറെ ഇപ്പോൾ ചോദ്യങ്ങളൊന്നും തർക്കത്തിനൊന്നും പോകാതെ, നമ്മൾ ഇതെല്ലാം സംസാരത്തിലൂടെ ഒന്നും സോൾവ് ആവില്ല. നമ്മൾ മനസ്സിലായിട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. തൽക്കാലം ഈ ടോപ്പിക്കുകളൊന്നും എല്ലാം വിട്ടിട്ട് നമ്മൾ പുതിയ സൃഷ്ടിയാകണോ? ആ പുതിയ സൃഷ്ടി നമ്മളാണ്. അതിന് വേണ്ടതായ കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം കൊണ്ടും ജ്ഞാനം കൊണ്ടും വരദാന ഫലങ്ങൾ കൊണ്ടെല്ലാം നിറയാൻ വേണ്ടി മാത്രം ഇപ്പം നിങ്ങൾ ദാഹിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളിൽ സംശയങ്ങളുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കഴിയുമ്പോൾ സംശയം മാറാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നീട് ഒരു ദിവസം നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം. ഓക്കെ, സംശയങ്ങൾക്ക് പിന്നീട് നമുക്ക് നമ്മുടെ ജീവിതകാലം മുഴുവനും സംശയം ഉണ്ടാകണം. സംശയം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.